സകല സൃഷ്ടിക്കും കാരണഭൂതനായ സകലത്തിൻ്റെയും ഉടയവനായ ത്രിയേക ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയിട്ട് മഹിമയുടെ വലഭാഗത്തിരിക്കുന്ന, എത്രയും വേഗം തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി രണ്ടാമതും പ്രത്യക്ഷനാകുവാൻ പോകുന്ന നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഉള്ള വന്ദനങ്ങൾ സ്നേഹത്തോടെ ഏവരെയും അറിയിക്കട്ടെ. ഈ വിശേഷ ദിവസവും നമ്മൾ തിരുവചന പഠനത്തിനായി വെളിപ്പാട് പുസ്തകവുമായിട്ട് കർത്താവിന്റെ പാദപീഠത്തിങ്കിലായിരിക്കുന്നു. നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള വെളിപ്പാടാണ് നാം വെളിപ്പാട് പുസ്തകത്തിൽ അധികമായി കാണുന്നത്. പ്രത്യേകിച്ച് ലവോദിക്യ സഭയോടുള്ള ബന്ധത്തിലാണല്ലോ നാം ഇപ്പോൾ പഠിക്കുന്നത്. മറ്റ് 6 സഭകളോടും എന്നതുപോലെ ഈ ലവോദിക്യ സഭയോടും യേശു തൻ്റെ വെളിപ്പാട് പങ്കുവയ്ക്കുന്നു. താൻ ആരാണ് എന്ന് സഭയോട് പറയുന്നു. നമ്മൾ ഇന്നലെ കാണുകയുണ്ടായി, സഭകളോട് യേശു താൻ ആരാണ് എന്ന് വെളിപ്പെടുത്തുന്നത്, അതിന്റെ വിശേഷമായ ഉദ്ദേശം കർത്താവ് ആരാണെന്ന് അറിഞ്ഞാൽ നമുക്ക് കർത്താവിനെ പോലെ ആകുന്നതിന് വളരെ എളുപ്പമാണ്. അതിനുള്ള ആഗ്രഹം പോലും നമ്മിൽ അനുസ്യൂതമായിട്ടുണ്ടാകും. അപ്പോൾ കർത്താവിനെ കുറിച്ചുള്ള വെളിപ്പാട് നമുക്കേറെ ആവശ്യമാണ്. നമ്മൾ അതുകൊണ്ട് ആവർത്തിച്ച് പറയാറുള്ളത്, നോ ക്രൈസ്റ്റ് മോർ ക്ലിയർലി. ക്രിസ്തുവിനെ കുറെ കൂടെ വ്യക്തമായി അറിയുക. നമ്മുടെ ജീവിതത്തെ ഏറ്റവും അധികം രൂപാന്തരപ്പെടുത്തുന്ന ഒരു അറിവാണ് ദൈവത്തെ കുറിച്ചുള്ള അറിവ്, ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ്. സ്തോത്രം. Our knowledge about God will help us in diverse manners. And that's the reason why God reveals himself to mankind. Especially the very knowledge of God will transform human beings holistically. And that is the reason why apostles often prayed for the churches, that God may grant them the spirit of wisdom and understanding, wisdom and revelation. ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് നമ്മെ ഏറെ രൂപാന്തരപ്പെടുത്തുന്നതാണ്, നമ്മിൽ മാറ്റം കൊണ്ടുവരുവാൻ പര്യാപ്തമാണ്. അതുകൊണ്ടാണ് ദൈവം തന്നെത്താൻ മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുത്തത്. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ, ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ ദൈവം സഭയ്ക്ക് നൽകേണ്ടതിനായി പ്രാർത്ഥിച്ചിട്ടുള്ളത്. സ്തോത്രം. അപ്പം നമുക്കും ഏറെ ആവശ്യമായ ഒന്നാണ് ദൈവീക പരിജ്ഞാനം എന്നുള്ളത്. നോളജ് ഓഫ് ഗാഡ്. Knowledge of God is very much required for each every Christian.
ഓരോ ക്രിസ്ത്യാനിക്കും ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ഉണ്ടാകണം, അതിൽ വളർന്നു വരണം. എന്തുമാത്രം വളരണം? ക്രിസ്തു എന്ന തലയോളം. സ്തോത്രം. എപ്പോൾ വരെ? എത്ര നാൾ? കർത്താവിന്റെ വരവ് വരെ, അല്ലെങ്കിൽ നമ്മൾ ലോകത്തുനിന്ന് മാറ്റപ്പെടുന്നവരെ. നമ്മുടെ ആയുഷ് പര്യന്തം വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. സ്തോത്രം. നമുക്കൊക്കെ അറിയാം, ശാസ്ത്രീയമായും അങ്ങനെ തന്നെയാണ്. പെൺകുട്ടികൾ 18 വയസ്സ് വരെയും ആൺകുട്ടികൾ 21 വയസ്സ് വരെയും വളരും എന്ന് സാധാരണ നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമാണ്. ഇനിയിപ്പം വളർച്ചയൊക്കെ മുരടിച്ചു, ഇതിനപ്പുറം ഇനിയിപ്പം വളരാനൊന്നുമില്ല. പിന്നെ ചിലർ പറയും ഇനിയിപ്പം വളരണമെങ്കിൽ മുകളിലോട്ട് വളരത്തില്ല, ഇനി വശങ്ങളിലേക്ക് വളരൂ. അപ്പൊ ഒരു പ്രായം വരെയേ മുകളിലേക്ക് വളരൂ, അത് കഴിഞ്ഞാൽ പിന്നെ വളർച്ചയൊക്കെ വണ്ണത്തിലേ ഉള്ളു, നീളത്തിലില്ല. നമ്മളൊക്കെ സാധാരണ പറയുന്നൊരു കാര്യമാണ്. എന്നാൽ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് വളരുന്നതിന് ഒരു പ്രായപരിധിയില്ല. ആജീവനാന്തം, ലൈഫ് ലോങ് വളർന്നുകൊണ്ടേയിരിക്കണം, വളർന്നുകൊണ്ടേയിരിക്കണം. സ്തോത്രം. ഇന്നും എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയ ഒരു ചിന്തയാണ്, ആത്മീയമായി വളരുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥമെന്ന്. നമ്മളൊക്കെ പറയാറുള്ളൊരു കാര്യമാണ് ആത്മീയമായി വളരുക. എന്താ അതിൻ്റെ അർത്ഥം? ആത്മീയ വളർച്ചയുടെ ദൈവത്തെ കൂടുതലായി മനസ്സിലാക്കിയിട്ട് വിശുദ്ധിയിൽ അധികം വിശുദ്ധിയോടെ ജീവിക്കാന്ന്. വെരി ഗുഡ്. ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപമാകും. ഓക്കെ. ദൈവ വിഷയത്തിൽ സമ്പന്നരാവുക. ദൈവ വിഷയത്തിൽ സമ്പന്നരാവുക. ഗ്രോത്ത് ഇൻ റിലേഷൻഷിപ്പ് വിത്ത് ക്രൈസ്റ്റ്. നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം തന്നെ ശരിയാണ്. അതിലെ ഏറ്റവും സരളവും ലളിതവും അപ്പോൾ തന്നെ പൂർണ്ണവുമായ ഒരു കാര്യമാണ് ഏറ്റവും ആദ്യം നമ്മുടെ സൗമ്യമ്മ പറഞ്ഞത്. 2 വിഷയങ്ങളിൽ നാം വളർച്ച പ്രാപിക്കുക. ഒന്ന്, ഇൻ ദ നോളജ് ഓഫ് ഗാഡ്, ദൈവത്തെക്കുറിച്ചുള്ള അല്ലെ ദൈവീയ പരിജ്ഞാനത്തിൽ നാം വളരുക. അത് മാത്രം പോരാ. അത് മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ചീർത്ത് വശങ്ങളിലേക്ക് വളരുകയുള്ളൂ. ഹെഡ് നോളജായിട്ട് മാത്രം മാറും. രണ്ടാമത്തെ വശമാണ് നിങ്ങൾ പലരും പറഞ്ഞത്. ഈ ദൈവിക പരിജ്ഞാനത്തിൽ നമ്മൾ വളരുമ്പോൾ ദിവ്യ സ്വഭാവത്തിലും നമ്മൾ വളരും. ആത്മീയ വളർച്ചയെ നമുക്ക് ഏറ്റവും ലളിതമായി ഈ 2 കാര്യങ്ങളിൽ ക്രോഡീകരിക്കാം. ക്രിസ്താനുരൂപ്യമൊക്കെ അതിനകത്ത് വരും. ദൈവത്തെ കുറിച്ച് അല്ലെ ദൈവിക പരിജ്ഞാനത്തിൽ വളരുക. 2, ദൈവിക സ്വഭാവത്തിൽ വളരുക. അതിനകത്ത് വിശുദ്ധിയും എല്ലാ കാര്യങ്ങളും ഉൾപ്പെടും. സ്തോത്രം. അപ്പോൾ ദൈവം തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനം നമുക്ക് നൽകിയിരിക്കുന്നത് എന്തിനാണ്?
നാം ക്രിസ്താനുരൂപരായി ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരേണ്ടതിന്. സ്തോത്രം. അപ്പോൾ അതാണ് ക്രിസ്തു തന്നെത്താൻ സഭകൾക്ക് പരിചയപ്പെടുത്തുന്നതിന്റെ പിൻപിലെ ഉദ്ദേശം. ഈ 7 സഭകളോടുമുള്ള ബന്ധത്തിൽ കർത്താവ് എത്ര വിശാലമായിട്ടാണ് തന്നെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. നമുക്കൊക്കെ ഏറിയ മാസങ്ങൾ പഠിക്കാനുള്ള വിഷയങ്ങൾ ക്രിസ്തുവിനെ കുറിച്ച് ഈ 7 സഭകളോടുള്ള ബന്ധത്തിൽ ക്രിസ്തു തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്, പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ നാം വെളിപ്പാട് 3-ാം അധ്യായത്തിൽ ലവോദിക്യ സഭയോടുള്ള ബന്ധത്തിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടിന്റെ ചില കാര്യങ്ങൾ കണ്ടു. പ്രത്യേകിച്ച് അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടത് കർത്താവ് വിശ്വസ്തനും സത്യവാനും ആയ സാക്ഷിയാണ്, ദൈവസൃഷ്ടിയുടെ ആരംഭമാണ്, ആമീൻ എന്ന പേരുള്ളവനാണ്. സ്തോത്രം. 14-ാം വാക്യത്തിൽ യേശു ക്രിസ്തു തന്നെ ലവോദിക്യ സഭയ്ക്ക് തൻ്റെ വെളിപ്പാട് പകരുന്ന കാര്യമാണ് നാം ഈ 14-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. ഫെയ്ത്ത്ഫുൾ വൺ, വിശ്വസ്തൻ, ട്രൂ വൺ, സത്യവാൻ. ഹീസ് ദ മാറ്റൂറോസ്, സാക്ഷിയാണ്. സ്തോത്രം. ഹി ഈസ് ദ ബിഗിനിങ് ഓഫ് ഗോഡ്സ് ക്രിയേഷൻ, ദൈവ സൃഷ്ടിയുടെ ആരംഭമാണ്. 5 ആമീൻ എന്ന പേരുള്ളവൻ. ഇത് കൂടാതെ നമ്മൾ പല കാര്യങ്ങളും ക്രിസ്തുവിനെ കുറിച്ച് ഇന്നലെ കാണുകയുണ്ടായി. സർവവും അറിയുന്നവൻ, ഓൾ നോയിങ് ഗാഡ്. Except or in addition to that, those 5 introductions in verse number 14, we have all other revelations too regarding Christ as the all-knowing God. 3:15 നമ്മൾ കാണുന്നു, എല്ലാം അറിയുന്ന കർത്താവ്. സ്തോത്രം. 3:16 നമ്മൾ കാണുന്നു, ഇന്നലെ ഞാൻ പറയാതിരുന്ന അല്ലെങ്കിൽ വിട്ടുപോയൊരു കാര്യമാണ്, വൺ ഹൂ ഈസ് അതോറിറ്റേറ്റീവ് ടു സ്പിറ്റ് us ഔട്ട്. നമ്മെ തുപ്പിക്കളയാൻ, ഉമിണ്ണുകളയാൻ, വായിൽ നിന്ന് ഉമിണ്ണുകളയുവാൻ അധികാരം ഉള്ളവൻ. വീണ്ടും നാം വായിക്കുന്നു, വൺ ഹൂ ഹോൾഡ്സ് ദ വൈറ്റ് റോബ്, പ്യുവർ ഗോൾഡ് ആൻഡ് ഐസാൽ. വെള്ളയുടുപ്പും പൊന്നും അല്ലെങ്കിൽ ശുദ്ധമായ പൊന്നും തനിത്തങ്കവും, കണ്ണിലെഴുതുവാൻ ലേപവും പക്കലുള്ളവൻ. അല്ലെ, നമുക്ക് ഇവ വാങ്ങുവാൻ കഴിയുന്നവൻ. നമ്മൾ ഇന്നലെ കണ്ടു, ഹി ഈസ് ദ കൗൺസിലർ. ഞാൻ നിനക്ക് ബുദ്ധി ഉപദേശിക്കുന്നു, ബുദ്ധി ഉപദേശകൻ. വൺ ഹൂ കൗൺസൽസ് us. 3:18 നാം കണ്ടത്. വൺ ഹൂ ചാസൻസ് us. നമ്മെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നവൻ. അത് നമ്മൾ ഇന്നലെ കണ്ടു. വൺ ഹൂ ചാസൻസ് us. 19-ാമത്തെ വാക്യത്തിലാണ് കണ്ടത്.
20-ാം വാക്യത്തിൽ എ നോക്കിംഗ് ക്രൈസ്റ്റ്, ഹൃദയവാതിൽക്കൽ മുട്ടുന്നവൻ. അടുത്തത് 20-ൽ തന്നെ നമ്മൾ കാണുന്നു വൺ ഹൂ ഈസ് വില്ലിംഗ് ടു ഡൈൻ വിത്ത് us, നമ്മോട് കൂടെ വിരുന്ന് കഴിക്കാൻ, അത്താഴമുണ്ണാൻ ആഗ്രഹിക്കുന്ന ഒരുവൻ, നമ്മോട് കൂട്ടായ്മ ആചരിപ്പാൻ ആഗ്രഹിക്കുന്ന ഒരുവൻ. ആരുമായിട്ടാണ് നമ്മൾ ആഹാരം കഴിക്കാറുള്ളത്? പൊതുവെ നമ്മുടെ ഏറ്റവും അടുത്ത സ്നേഹിതരോടൊത്ത്. ചിലപ്പം കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ആഹാരം കൊടുക്കാൻ നേരം പറയും, അച്ചാച്ചനോട് വരട്ടെ, ചേച്ചിയും കൂടെ വരട്ടെ, പപ്പായും കൂടെ കഴിക്കുമ്പോൾ ഞാൻ കഴിക്കാം. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ജ്യേഷ്ഠന്റെ മക്കൾ കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത്, ഞാൻ ബൈബിൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയമാണ്. ജ്യേഷ്ഠന് 3 മക്കളുണ്ട്. ഇപ്പോഴവരൊക്കെ കുടുംബസ്ഥരാണ്. എന്നാൽ അന്ന് സ്കൂളിൽ പഠിക്കുന്ന പ്രായമാണ്. ഞാൻ വീട്ടിലുള്ള സമയത്ത് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ നേരം, ഇവർ 3 പേരും കഴിക്കത്തില്ല, ഞാനും കൂടെ ചെന്നേ അവർ കഴിക്കും. ഇല്ലെങ്കിൽ വിളമ്പി കൊണ്ടുവച്ചതിന് ശേഷം അവരെന്നെ വിളിക്കും. ഞാൻ അനുവദിച്ചെങ്കിലേ അവർ കഴിക്കും. അപ്പൊ നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നവരുമൊത്താണ് തീന്മേശ പങ്കിടുക. ഊണുമേശയിൽ നമ്മൾ ഇരിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുമായിട്ടാണ്. അപ്പോൾ യേശു ഇവിടെ എന്താ പറയുന്നത്? ഞാൻ അകത്ത് വന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. So one who wills to dine with us, അത്രയ്ക്ക് നമ്മളെ സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരു കർത്താവ്. സ്തോത്രം. 21-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, the one who is enthroned, സിംഹാസനസ്ഥനായവൻ, സിംഹാസനത്തിലിരിക്കുന്നവൻ. അതേ വാക്യത്തിൽ നമ്മൾ വീണ്ടും കാണുന്നു, one who is authoritative to make you and me also to sit with him. So he holds the authority to enthrone us too along with him. തന്നോടൊപ്പം സിംഹാസനത്തിൽ നമ്മയും കൂടെ ഇരുത്തുവാൻ അധികാരം ഉള്ളവൻ. അപ്പോൾ യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാടുകളാണ്. ക്രിസ്തു തന്നെത്താൻ ലവോദിക്യ സഭയ്ക്ക് പരിചയപ്പെടുത്തുന്ന കാര്യങ്ങളാണ് നാം ഓടിച്ച് ഒന്ന് നോക്കിയത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് കരുതട്ടെ. ഇവയിൽ എന്തെങ്കിലും വിശദീകരണം വേണോ? ചോദിക്കാം. ഒന്നുമില്ല. ശരി, എങ്കിൽ നമുക്ക് ഓടിച്ചൊന്ന് നോക്കാം ഈ കാര്യങ്ങൾ. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ സത്യവാൻ, വിശുദ്ധൻ, വിശ്വസ്തൻ എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഈവൻ സാക്ഷി എന്നും ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിനോടകം 1-ാം അധ്യായം മുതൽക്ക് കണ്ടുവരുന്നതാണ്. ഇവിടെ
നാം കാണുന്നു ക്രൈസ്റ്റ് ഈസ് ദ വിറ്റ്നസ്. And two major qualifications or qualities or requirements, demands of a witness. നമുക്കിവിടെ യേശുവിനെ ഈ 14-ാം വാക്യത്തിൽ കാണുവാൻ കഴിയുന്നത് ഒരു സാക്ഷിയായിട്ടാണ്. സാക്ഷി, വിറ്റ്നസ്. ആ സാക്ഷിക്ക് വേണ്ട പ്രധാനപ്പെട്ട 2 യോഗ്യതകളെയും കൂടെ അവിടെ പറയുന്നു. സാക്ഷി എങ്ങനെ ഉള്ളവനായിരിക്കണം? വിശ്വസ്തനും സത്യവാനുമായിരിക്കണം. ഈ 2 യോഗ്യതകളും യേശുവിനുണ്ട് എന്ന് ഇവിടെ പറയുന്നു. അപ്പോൾ നമുക്ക് 14-ാം വാക്യത്തിലുള്ള 5 കാര്യങ്ങളെ, അതിൽ 1-ാമത്തെ ഭാഗത്തെ ഈ 3 വിഷയങ്ങളെ കോർത്തിണക്കാം. അവ നമ്മൾ നേരത്തെ ഒന്നൊന്നായിട്ടെടുത്ത് പഠിച്ചിട്ടുള്ളത് കൊണ്ട് ആവർത്തനം നമുക്ക് ഒഴിവാക്കാമല്ലോ. So here in this verse number 14 of chapter 3 Revelation, we see at least 5 things about Christ, but we can now summarize 3 into 1. Christ is the witness with the required qualification of faithfulness and truthfulness. യേശു ഇവിടെ 2 അടിസ്ഥാന യോഗ്യതകളുള്ള ഒരു സാക്ഷിയാണ്. ആ അടിസ്ഥാന യോഗ്യതകളാണ് വിശ്വസ്തനും സത്യവാനും എന്നുള്ളത്. വിശ്വസ്തനും സത്യവാനും എന്നുള്ളത്. നമ്മുടെ നാട്ടിലൊരു പറച്ചിലുണ്ട്, അവനെ വിശ്വസിക്കരുത്, അവൻ വടി വെക്കുന്നിടത്ത് കൊട വെക്കത്തില്ല. ചിലരെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നതാണ്. ചിലര് വേണമെങ്കിൽ മൊബൈൽ തരും, ചാർജർ തരത്തില്ല. അപ്പം വിശ്വസിച്ചുകൂടാ. വടി വെക്കുന്നിടത്ത് കൊട വെക്കത്തില്ല, കൊട വെക്കുന്നിടത്ത് വടി വെക്കത്തില്ല. നമ്പാൻ കൊള്ളാത്തവർ. എന്നാൽ ഇവിടെ യേശു വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയാണ്. സാക്ഷിയുടെ അർത്ഥമൊക്കെ നമ്മൾ 1-ാം അധ്യായം മുതൽ പഠിക്കുന്നതാണ്. സ്തോത്രം. മാർട്ടസ്, MARTUS, martyrs. That means a witness. ഈ മാർട്ടസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നുമാണ് മാർട്ടിയർ എന്ന ഇംഗ്ലീഷ് വാക്ക് വന്നിരിക്കുന്നത്. മാർട്ടിയർ എന്ന വാക്കിനർത്ഥം രക്തസാക്ഷി എന്നാണല്ലോ. അപ്പോൾ സാക്ഷി എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവൻ ബലി കൊടുത്തുകൊണ്ടുപോലും താൻ അറിഞ്ഞ കാര്യത്തിന് വേണ്ടി നിൽക്കുന്നവൻ എന്നാണ് അർത്ഥം. ജീവൻ കൊടുത്തുകൊണ്ട് പോലും താൻ അറിയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ എന്ന് പ്രഘോഷിക്കുവാൻ ധൈര്യം കാണിക്കുന്നവൻ എന്നാണ് അർത്ഥം. So who is a witness? A witness is a person who can become a martyr for those things which he knows right and true.
മനസ്സിലാവുന്നുണ്ടല്ലോ? സ്തോത്രം. That is actually what Christ demands from you and me. അങ്ങനെയുള്ള ഒരു സാക്ഷിയായിരിക്കുക എന്നതാണ് ക്രിസ്തു നമ്മെപ്പറ്റിയും ആഗ്രഹിക്കുന്നത്. സ്തോത്രം. അതാണ് നാം അപ്പോസ്തല പ്രവൃത്തികൾ 1:8 കാണുന്നത്. You will become my witnesses. നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. അവിടെയും ഈ മാർട്ടസ് അല്ലെങ്കിൽ മാർട്ടൂറിയോസ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മാർട്ടൂറിയോൻ ഏകവചനം ബഹുവചനം ഉണ്ട്. എന്ന് പറഞ്ഞാൽ നാം ആർക്ക് സാക്ഷികളാകണം? അല്ലെങ്കിൽ ആരുടെ സാക്ഷികളാകണം? പ്ലീസ് വന്നാട്ടെ നിങ്ങളും കൂടെ. ക്രിസ്തുവിന്റെ, കർത്താവിന്റെ. ക്രിസ്തുവിന്റെ സാക്ഷികളാകണം. റൈറ്റ്. കർത്താവിന്റെ. യേശു പറഞ്ഞത് നിങ്ങൾ എൻ്റെ സാക്ഷികളാകുമെന്ന്. Acts 1:8 says you will become my witnesses. എൻ്റെ സാക്ഷികൾ എന്നാണ് യേശു നമ്മെ പറ്റി പറഞ്ഞത്. അപ്പൊ ഈ അർത്ഥത്തിൽ എന്താണ് അതിന്റെ വിവക്ഷ? As per this meaning of martyrs, how can we define us as the witnesses of Christ? We should also be ready to give up our lives for as Christ died for us, for the truth. Yeah, for the truth we know about Christ. We should be courageous enough to declare that these things I know are right and true, and even we should become ready to seal that declaration with our life. യേശുവിനെ കുറിച്ച് നാം പറയുന്നത് സത്യമാണെന്ന്, നാം അറിയുന്നതും പറയുന്നതും സത്യമാണെന്ന്, അതങ്ങനെ തന്നെയുള്ളതാണെന്ന് പ്രഖ്യാപിക്കണം. ആ പ്രഖ്യാപനത്തിൽ ചിലപ്പോൾ ആ പ്രഖ്യാപനത്തിന് മുദ്ര വയ്ക്കുന്നത് സ്വന്തം രക്തം കൊണ്ടാകാം. അതെവിടെയെങ്കിലും ഒരു ചെറിയ മുള്ളുകൊണ്ടല്ല, ഒരു എന്താണ് പറയുന്നത്, നീഡിൽ, ഒരു ചെറിയ മുനയുള്ള കമ്പി കൊണ്ട് കുത്തിയിട്ട് അല്പം രക്തമെടുത്ത് ഞെക്കിപ്പിടിച്ചോണ്ട് അല്ല, സ്വന്തം ജീവനെ കൊടുത്തുകൊണ്ടുപോലും നാം വിശ്വസിക്കുന്നതും അറിയുന്നതും സത്യമാണെന്ന് നമുക്ക് ഉറപ്പിക്കണം. സ്തോത്രം. മനസ്സിലായല്ലോ? നാം സത്യമെന്ന് അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ജീവൻ കൊടുത്തുകൊണ്ടുപോലും സാക്ഷികളാവുക എന്നതാണ് അതിന്റെ അർത്ഥം. സ്തോത്രം. മുൻപോട്ട് പോകാമല്ലോ. ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ചത്, ട്രഞ്ച് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ, താൻ പറയുന്നത്, there are 3 essential qualifications for a true witness. For a true witness, French suggests 3 essential qualifications. ട്രഞ്ച് എന്ന് പറയുന്നയാള്
അഭിപ്രായപ്പെടുന്നത് ഒരു വിശ്വസ്ത സാക്ഷിക്ക് ഉണ്ടായിരിക്കേണ്ട 3 അടിസ്ഥാനപരമായ യോഗ്യതകളെ കുറിച്ചാണ്. ഇവിടെ ഇപ്പോൾ സാക്ഷി ആരാണ്? കർത്താവായ യേശു ക്രിസ്തു. കർത്താവായ യേശു. യേശു എന്തിനാ സാക്ഷ്യം പറഞ്ഞത്? സത്യത്തിന്. സത്യത്തിന്. യേശു പറഞ്ഞു, ഞാൻ എന്തിനു വന്നിരിക്കുക? സത്യത്തിന് സാക്ഷ്യം പറവാൻ വന്നിരിക്കുന്നു. സോറി, നാം യേശുക്രിസ്തുവിനെ സാക്ഷിയായിട്ട് ഇവിടെ കാണുന്നു. ക്രിസ്തു തന്നെ താൻ സാക്ഷിയാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഫ്രഞ്ച് പറയുന്നു 3 അടിസ്ഥാന യോഗ്യതകൾ വേണം. 3 essential qualifications needed for a true witness. 1, he should be an eyewitness for what he testifies. താൻ സാക്ഷ്യം പറയുന്നതിന് ഈ സാക്ഷി ഒരു ദൃക്സാക്ഷിയായിരിക്കണം. സ്വന്തം കണ്ണുകൊണ്ട് കണ്ടവനായിരിക്കണം. പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, സാധാരണക്കാരുടെയൊക്കെ സംഭാഷണങ്ങളിലും പ്രഭാഷണങ്ങളിലും കയറി വരുന്ന ഒരു കഥാപാത്രമാണ് അക്ബർ മഹാരാജാവിന്റെ ബീർബൽ. അദ്ദേഹത്തോടൊരിക്കൽ ഒരു കടങ്കഥ ചോദിച്ചെന്നാണ് പറയുന്നത്. സത്യത്തിനും അസത്യത്തിനും തമ്മിൽ എന്തു ദൂരമുണ്ടെന്ന്. വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ട്രൂത്ത് ആൻഡ് falsehood? അദ്ദേഹം എടുത്ത വായിലെ പറഞ്ഞു, 4 വിരക്കട. വിരക്കട എന്ന് അങ്ങനെ പറയുന്നല്ലേ, 4 വിരലിന്റെ അകലമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ചോദിച്ചു, 4 വിരലിന്റെ? ചോദിച്ചവർ തന്നെ അത്ഭുതപ്പെട്ടു പോയി ഉത്തരം കേട്ട്. അപ്പൊ പറഞ്ഞു, ദാ കാതിനും കണ്ണിനും ഇടയിലുള്ള അകലമാണ് ഈ 4 വിരലിന്റെ അകലം. കേൾക്കുന്നതെല്ലാം സത്യമാകാൻ ഇടയില്ല. ഒരു കാര്യം സത്യമെന്ന് വിശ്വസിക്കണമെങ്കിൽ സ്വന്തം കണ്ണുകൊണ്ട് കാണണം. ഇപ്പം കണ്ണുകൊണ്ട് കാണുന്നത് പോലും സത്യമാണോ എന്ന് നമുക്കറിയില്ല. തല ഒരാളിന്റെയും ശരീരം വേറൊരാളുടെ ആയിരിക്കും. ആക്ഷൻ ഒരാളിന്റെയും ശബ്ദം മറ്റൊരാളിന്റെയും ആയിരിക്കും. വീഡിയോ കണ്ടാൽ പോലും, ഫോട്ടോയുടെ കാര്യമൊക്കെ പോയി, ഫോട്ടോയുടെ കാലം കഴിഞ്ഞു. വീഡിയോ കണ്ടാൽ പോലും അത് സത്യമാണോ എന്നറിയാൻ ചിലപ്പോൾ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന, എന്തായാലും പറഞ്ഞത്, തപസ്യയോ അന്വേഷണമോ ഒക്കെ വേണ്ടിവരും. എന്നാൽ ഇവിടെ ഫ്രഞ്ച് പറയുകയാണ്, ഒരു സാക്ഷിക്ക് വേണ്ട 1ാമത്തെ യോഗ്യതയാണ് താന് നേരിട്ട് കണ്ട് അറിഞ്ഞവനായിരിക്കണം. ഐ വിറ്റ്നസ്. യേശു ഈ യോഗ്യതാ മത്സരമല്ല, ഈ പരിശോധനയിൽ വിജയിക്കുമോ?
സ്തോത്രം. യേശു ഏറ്റവും കൂടുതൽ സാക്ഷ്യം പറഞ്ഞത് പിതാവിനെ പറ്റിയാണ്, അല്ലെ? The mostly Jesus was testifying for the Father. നിത്യ പിതാവായ ദൈവത്തെക്കുറിച്ച്, നിത്യ ജീവനെ കുറിച്ച്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് യേശു അധികം സാക്ഷിച്ചത്. യേശുവിന് അങ്ങനെ സാക്ഷിപ്പാൻ അർഹതയുണ്ടോ? ഉണ്ട്. ഏറ്റവും അധികം പിതാവിനെ കുറിച്ചാണ് പുത്രൻ സാക്ഷ്യം പറഞ്ഞത്. അത് തന്നെ എടുത്തു നോക്കൂ. പിതാവിനെ കുറിച്ച് സാക്ഷിപ്പാൻ ഈ ഒന്നാമത്തെ യോഗ്യത, ദൃക്സാക്ഷിയായിരിക്കണം എന്ന ആ ഒരു വിഷയം വെച്ചുകൊണ്ട് യേശുവിന് അർഹതയുണ്ടോ? ഉണ്ട്. സ്തോത്രം. യേശുവിന് അർഹത ഉണ്ടെന്ന് മാത്രമല്ല, യേശുവിനെ അർഹത ഉള്ളൂ. കാരണം വേറെ ആരും പിതാവിനെ കണ്ടിട്ടില്ല, ആരും ദൈവത്തെ കണ്ടിട്ടില്ല. നമ്മൾ ആവർത്തിച്ച് വായിച്ചിട്ടുള്ള ഒരു വാക്യമുണ്ട്. 1 തിമോഥെയോസ് 6-ാം അധ്യായത്തിന്റെ എത്ര വാക്യമാ? 15, 16. വായിച്ചോ ഒന്നും കൂടെ. ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യർ ആരും കാണാത്തവനും കാണാൻ കഴിയാത്തവനും ആയവൻ. സ്തോത്രം. ബാക്കിയൊക്കെ നമ്മൾ വിടുന്നു. മനുഷ്യരാരും കാണാത്തവൻ, അൺസീൻ, കാണാൻ കഴിയാത്തവൻ, ഇൻവിസിബിൾ. So God of the Bible is unseen and invisible God. Unseen and invisible. ആരും കണ്ടിട്ടില്ലാത്ത, ആർക്കും കാണാൻ കഴിയാത്ത ദൈവത്തെ തൻ്റെ മഹത്വത്തോടെ ദൃക്സാക്ഷിയായി കണ്ടവനാണ് സാക്ഷീകരിക്കുന്ന നസറായനായ യേശു. സ്തോത്രം. യേശു ദൃക്സാക്ഷിയാണ്. സ്തോത്രം. രണ്ടാമത്തെ യോഗ്യത, a witness should be absolutely honest. Absolutely honest. പൂർണ്ണ വിശ്വസ്തനായിരിക്കണം സാക്ഷി. നമ്പാൻ കൊള്ളാകുന്നവൻ, ആശ്രയിപ്പാൻ കൊള്ളാകുന്നവൻ. സ്തോത്രം. നമുക്ക് നമ്മുടെ ഇടയിൽ തന്നെ ചോദിക്കുമല്ലോ, അങ്ങനാണോ? ആരാ പറഞ്ഞേ? അപ്പൊ പറയും ഇന്നയാളാ. ഓ, പുള്ളിയാണോ പറഞ്ഞേ? എന്നാ പിന്നെ അതിലൊരു 10% എടുത്താൽ മതിയല്ലോ. 10% എടുത്താൽ മതി. എന്നാ ചിലരെ കുറിച്ച് പറയും, ഇന്നാളാണോ പറഞ്ഞേ? ഓ, എന്നാ പിന്നെ ശരിയായിരിക്കും. നമ്മൾ തന്നെ പറയുമല്ലോ, ഒരു വാർത്ത വരികയാണെങ്കിൽ ഏത് ചാനലാണത് തന്നത്,
ഏത് പത്രക്കാരാണത് തന്നത്? അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓരോന്നിൻ്റെയും വിശ്വാസ്യതയെ വിലയിരുത്തുന്നുണ്ട്. യേശു സാക്ഷി എന്ന് പറയുമ്പോൾ ഉണ്ടായിരിക്കേണ്ട രണ്ടാമത്തെ യോഗ്യതയാണ് താൻ പൂർണ്ണമായും വിശ്വസ്തനായിരിക്കണം. സ്തോത്രം. ഇത്രയും മനസ്സിലായോ? മൂന്നാമത്തെ ഒരു യോഗ്യത, അതും കൂടെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. മൂന്നാമത്തെ യോഗ്യത, he should possess or he should be courageous to bear witness to what he believes to be true, even at the cost of his life. എന്താണ്? താൻ സാക്ഷ്യം പറയുന്നതിനെ സ്ഥിരീകരിക്കാൻ, സത്യമെന്ന് തെളിയിപ്പാൻ ജീവൻ കൊടുക്കേണ്ടി വന്നാലും ധൈര്യമായി ചങ്കൂറ്റം കാണിക്കുന്നവൻ. യേശു സാക്ഷീകരിച്ച കാര്യങ്ങൾക്ക് വേണ്ടി വിശ്വസ്തയോടെ അത് സത്യമെന്ന് തെളിയിപ്പാൻ തൻ്റെ രക്തം കൊണ്ട്, തൻ്റെ ജീവൻ കൊണ്ട് അത് തെളിയിപ്പാനുള്ള ധൈര്യം കാണിച്ചോ? സ്തോത്രം. കാണിച്ചു. സ്തോത്രം. അതിദാരുണമായി മരിക്കേണ്ടിയിരുന്ന ക്രൂശിനെ മുമ്പിൽ കണ്ടിട്ടും ഘോരമായ വേദനകളുടെ പരമ്പര, നിന്ന, ഏകാന്തത തുടങ്ങി ക്രൂശിന്റെ മുഴുവൻ അനുഭവങ്ങളും യേശു കണ്ടിട്ടും അറിഞ്ഞിട്ടും താൻ സത്യമെന്ന് അറിഞ്ഞതിന് സാക്ഷി പറയുന്നതിൽ നിന്നും പുറകോട്ട് പോയില്ല. സ്തോത്രം. ഈ മൂന്ന് അടിസ്ഥാന യോഗ്യതകളിൽ ക്രിസ്തുവിൽ നമുക്ക് കാണാം. സ്തോത്രം. ഇതാണ് യേശു വിശ്വസ്ത സാക്ഷി, സത്യവാനും വിശ്വസ്തനുമായ സാക്ഷി എന്ന് ഇവിടെ പറയുന്നു. സ്തോത്രം. ശരി, ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും വിശദീകരണം വേണമെങ്കിൽ ചോദിച്ചാട്ടെ. സംശയങ്ങളില്ല. ശരി, അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളിലും യേശു പെർഫെക്റ്റ് ആണ്, തികഞ്ഞവനായി പുറത്തു വരിക. സ്തോത്രം. വേറെ ആരും പിതാവിനെ അല്ലെങ്കിൽ ദൈവത്തെ കണ്ടിട്ടില്ല. പക്ഷേ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന കർത്താവ് എന്ത് ചെയ്തിരിക്കുന്നു? പറഞ്ഞാട്ടെ. പിതാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. പിതാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാൻ 1:18 വാക്യമാണ് പറഞ്ഞത്. സ്തോത്രം. ആരും ദൈവത്തെ ഒരു നാളും കണ്ടിട്ടില്ല. പക്ഷേ അവന്റെ മടിയിലിരിക്കുന്ന
ആ ദൈവത്തിന്റെ ഏകജാതൻ ആ പിതാവിനെ, അൺസീനായിട്ടുള്ള, ഇൻവിസിബിൾ ആയിട്ടുള്ള പിതാവിനെ നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൃക്സാക്ഷിയ, വിശ്വസ്ത സാക്ഷിയ. സ്തോത്രം. വിശ്വസ്ത സാക്ഷി. താൻ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്നുള്ള ബോധ്യം തനിക്കുള്ളത് കൊണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് അതേ കാര്യം പറയുകയാണ്. നമ്മൾ ഒത്തിരിടത്ത് കാണുന്നുണ്ട്, ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ ആവർത്തിച്ച് വിശ്വസ്തയോടെ താൻ സത്യമെന്നറിഞ്ഞതിനെ പ്രഖ്യാപിക്കുന്ന, സാക്ഷീകരിക്കുന്നവനായി നമുക്ക് ക്രിസ്തുവിനെ കാണാൻ പറ്റും. മൂന്നാമത്തെ അടിസ്ഥാന യോഗ്യതയായിരുന്നു ധൈര്യം. ധൈര്യം. ക്രൂശിന്റെ മുമ്പിൽ പോലും യേശു മുട്ടുമടക്കില്ല. ക്രൂശിന്റെ ചുവട്ടിൽ പോലും യേശു തലകുനിച്ചില്ല. സ്തോത്രം. ഈ മൂന്ന് കാര്യങ്ങളും യേശു ശരിയെന്ന് തൻ്റെ ശുശ്രൂഷയിലൂടെ വെളിപ്പെടുത്തി. അപ്പോൾ വിശ്വസ്ത സാക്ഷി. ബാക്കി വിശ്വസ്തതയുടെ കാര്യങ്ങളൊക്കെ തൊട്ട് തലേ ദിവസങ്ങളിലാണ് നമ്മൾ പഠിച്ചത്. ഫിലദൽഫിയുമായിട്ടുള്ള ബന്ധത്തിൽ. അതുകൊണ്ട് ഇവിടെ ഞാൻ ആവർത്തിക്കുന്നില്ല. സ്തോത്രം. എന്തെങ്കിലും സംശയങ്ങൾ ഇതുവരെ ഉണ്ടെങ്കിൽ ചോദിച്ചാട്ടെ. ഒന്നുമില്ല എങ്കിൽ ശരി. യേശുവിനെ പറ്റിയുള്ള മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ചെടുത്തതു. വിശ്വസ്തനും സത്യവാനുമായ സാക്ഷി, ആ മൂന്ന് കാര്യങ്ങളും കൂടെ അതിൽ നമ്മൾ ഒതുക്കി. അടുത്തത് 14-ാം വാക്യത്തിൽ യേശുവിനെ പറ്റി എന്താ പറയുന്നത്? ദൈവ സൃഷ്ടിയുടെ ആരംഭം. ദൈവ സൃഷ്ടിയുടെ ആരംഭം. ദൈവ സൃഷ്ടിയുടെ ആരംഭം. എന്താണ് ഇതിന്റെ അർത്ഥം? യേശു ദൈവ സൃഷ്ടിയുടെ ആരംഭം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? സകല സൃഷ്ടിയുടെയും മൂലക്കാരണം. ഓക്കെ, വേറെ എന്തെങ്കിലും? യേശു പിതാവിനോടൊപ്പമായിരുന്നു സൃഷ്ടിച്ചപ്പോൾ. ഓക്കെ, ഗുഡ്. യേശു ദൈവമാണ്. യേശു അതുകൊണ്ട് ദൈവമാണ്. He is the author of all the creation and preeminent among all. Okay, he is the preeminent. അത് തന്നെ കൊലോസി ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യം തൊട്ട് ഇങ്ങോട്ട് വായിച്ചു വരുന്നത്. വെരി ഗുഡ്. എന്താണ് അതിന്റെ അർത്ഥമെന്ന് നിങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, യേശു ദൈവ സൃഷ്ടിയുടെ ആരംഭം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്നതാണ്
അതിന്റെ അർത്ഥം എന്തല്ല എന്നുള്ളത്. അത് കഴിയുമ്പോൾ നമുക്ക് രണ്ടാം ഭാഗം വളരെ സരളമായിട്ട് ഗ്രഹിക്കാം. പല ദുരുപദേശകന്മാരും നിഷ്കണ്ടകന്മാരും ഒക്കെ പറഞ്ഞു പിടിപ്പിക്കുന്ന ഒരു പെശകുണ്ട്. ആ പെശകല്ല ഈ വാക്യത്തിന്റെ അർത്ഥം. എന്താ ആ പെശക്? യേശു ദൈവത്തിന്റെ സൃഷ്ടിയാണെന്ന്. യേശു ക്രിസ്തു സ്രഷ്ടാവല്ല, സൃഷ്ടിയാണ് എന്ന ഒരു ദുരുപദേശം വളരെ ആഴത്തിൽ വേരുകൾ ഊന്നിയിട്ടുള്ള ഒരു കാര്യമാണിത്. ഈ വാക്യം എടുത്തുകൊണ്ട് പലരും യേശു സൃഷ്ടിയാണെന്ന് സമർത്ഥിക്കുന്നു. റെഫറൻസ് എടുത്തും കൊണ്ട് തന്നാൽ പിന്നെ കണ്ണിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഈ റെഫറൻസ് ഒക്കെ എടുത്ത് തരുമ്പോൾ ബലഹീനരായ ദൈവമക്കൾ പലരും യഹോവ, അതെ, സാക്ഷികൾ ഉൾപ്പെടെയുള്ള ദുരുപദേശകന്മാർ ഈ റെഫറൻസുകൾ എടുത്ത് ഇങ്ങനെ പറയുമ്പോൾ അയ്യോ ശരിയല്ലേ, ശരിയാ, യേശു സൃഷ്ടിയാ എന്ന് അങ്ങ് സമ്മതിച്ചു പോകും. എന്നാൽ ഒന്നാമത് നാം ഈ കാര്യം അറിയണം, യേശു ദൈവ സൃഷ്ടിയുടെ ആരംഭം എന്ന് പറഞ്ഞാൽ എന്തല്ല അതിന്റെ അർത്ഥം? യേശു സൃഷ്ടിയാണ് എന്നല്ല അതിന്റെ അർത്ഥം. സോറി, ചില സമയത്ത് അല്പം അസ്വസ്ഥത തൊണ്ടയ്ക്ക് ഉണ്ടാവും. യേശു സൃഷ്ടിയല്ല എന്ന് നാം മനസ്സിലാക്കണം. ഈ പദത്തിന്റെ അർത്ഥം യേശുവിനെ സൃഷ്ടി ആക്കുകയല്ല. സ്തോത്രം. നമ്മള് ട്രിനിറ്റി, ത്രിയേകത്വത്തെ പറ്റി പഠിച്ചപ്പോഴും ഈ വിഷയം വിശാലമായി പഠിച്ചതാണ്. അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങൾ ഇവിടെ ആവർത്തിക്കുന്നില്ല. ഇത്ര മാത്രം പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയും. ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ് യേശു. ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന പിതാവ് പുത്രനോട് അല്ലെങ്കിൽ പുത്രനെ കുറിച്ചു പറഞ്ഞിരിക്കുന്നു 2-ാം സങ്കീർത്തനത്തിൽ. ഇവിടെ ദൈവ സൃഷ്ടിയുടെ ആരംഭമാണ് യേശു എന്ന് യേശു തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള പല വാക്യങ്ങളും എടുത്തുകൊണ്ട് യേശുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന പലരും നമ്മുടെ ഇടയിലും നുഴഞ്ഞു കയറിയിട്ടുണ്ട്. പെന്തക്കോസ്ത് പാസ്റ്റർമാരായിരുന്നവർ പോലും പലരും ഇങ്ങനെയുള്ള ദുരുപദേശ ചതിക്കുഴികളിൽ അകപ്പെട്ടു പോയിട്ടുണ്ട്. ദൈവമക്കളെ,
വളരെ ശ്രദ്ധയോടെ ഓർക്കുക. ഈ വാക്യത്തിന്റെ അർത്ഥം എന്തല്ല? ദൈവം സൃഷ്ടിയല്ല. ദൈവസൃഷ്ടിയല്ല. യേശു ദൈവത്തിന്റെ സൃഷ്ടിയല്ല. അമീൻ എന്ന് നാം മനസ്സിലാക്കണം. അതായത് എന്തല്ല ഈ വാക്യത്തിന്റെ അർത്ഥം? യേശുവിനെ ദൈവം സൃഷ്ടിച്ചു എന്നല്ല. യേശു സൃഷ്ടിക്കപ്പെട്ട ഒരാളാണ് എന്നല്ല ഈ വാക്യത്തിന്റെ അർത്ഥം. സ്തോത്രം. പിന്നെന്താണ് അതിന്റെ അർത്ഥം? യേശു സൃഷ്ടാവാണ്. യേശു ദൈവമാണ്. ഇസ് ഗോഡ്. അപ്പൊ നമ്മള് ഈ വാക്യത്തെ എങ്ങനെ വ്യാഖ്യാനിക്കും? ഹീസ് ഗോഡ് എന്നുള്ളത് നമ്മൾ നേരിട്ടങ്ങ് പറയുന്നു. ഈ വാക്യത്തെ നമുക്ക് എങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റും? യേശു സൃഷ്ടിതാവ്. യേശു സൃഷ്ടിതാവ്. അല്പം കൂടെ മുമ്പോട്ട് വരണമല്ലോ. സൃഷ്ടിയുടെ മൂല കാരണം, അതാ ഹിന്ദി കൊടുത്തേക്കുന്നത്. വെരി ഗുഡ്. എന്താ വെച്ചാ ഹിന്ദിയിൽ ഒന്ന് വായിച്ചോ. जो आमीन और विश्वास योग्य और सच्चा गवाह है और परमेश्वर की सृष्टि का मूल कारण है. വെരി ഗുഡ്. ഹിന്ദിയിൽ വളരെ നന്നായിരിക്കുന്നു. परमेश्वर की सृष्टि का मूल कारण है. അതാണ് അതിന്റെ അർത്ഥം. സ്തോത്രം. അപ്പോൾ ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത്, ആംപ്ലിഫൈഡ് വേർഷനിൽ കൊടുത്തിരിക്കുന്നത്, the origin and the beginning and author of God's creation. Origin, beginning and author of God's creation. ഹിന്ദിയിൽ പറഞ്ഞതിനോട് ഏറ്റവും ശരിയായി നിൽക്കുന്നത്. യേശു ദൈവ സൃഷ്ടിയുടെ ആരംഭം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യേശുവാണ് സകല സൃഷ്ടിക്കും കാരണഭൂതൻ എന്നാണ്. യേശുവാണ് സകല സൃഷ്ടിക്കും കാരണഭൂതൻ. സകല സൃഷ്ടിയുടെയും സ്രോതസ് എന്ന് വിളിക്കാം. സകല സൃഷ്ടിയുടെയും ഉത്ഭവം എന്ന് വിളിക്കാം. ദൈവം ഏറ്റവും ആദ്യം സൃഷ്ടിച്ചത് യേശുവിനെയാണെന്നല്ല, പകരം യേശുവാണ് സകല സൃഷ്ടിക്കും ആദികാരണം. സ്തോത്രം. ആദികാരണം. That means every creation begins from Jesus Christ. Every creation originates from our Lord Jesus. സകല സൃഷ്ടിയും ഉത്ഭവിക്കുന്നത് യേശുവിൽ നിന്നാണ്. യേശുവിൽ നിന്നാണ്. ആർഖേ എന്ന ഒരു പദമാണ് അവിടെ. ARCHE. ഈ ലോങ് ഇ ആണ്. ആർഖി. ആർഖി അതിന്റെ അർത്ഥം ബിഗിനിങ് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ തർജ്ജമ ചെയ്യാം. ബിഗിനിങ്. Satan is the archy of death. Satan is the archy of death. മരണത്തിൽ അല്ലെങ്കിൽ മരണത്തിന്റെ ഒന്നാമൻ
മരണത്തിന്റെ ആരംഭം ആയ സാത്താൻ എന്ന് സാത്താനെ വിളിച്ചാൽ അതിന്റെ അർത്ഥം ഏറ്റവും ആദ്യം മരിച്ച സാത്താൻ എന്നാണോ? കൂടെ ഉണ്ടോ എല്ലാവരും? സാത്താൻ മുഖാന്തരം മരണം വന്നു. സ്തോത്രം. ആർക്കി ഓഫ് ഡെത്ത് is Satan. Doesn't mean that Satan is the first one to die, but rather its meaning is he is the root cause of death. സാത്താൻ മരണത്തിന്റെ ആരംഭം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഏറ്റവും ആദ്യം മരിച്ചയാള് സാത്താൻ എന്നല്ല. പിന്നെ സകലരുടെയും മരണത്തിന് കാരണമായവൻ എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ തന്നെ ഇവിടെ യേശു ദൈവസൃഷ്ടിയുടെ ആരംഭം എന്ന് പറഞ്ഞാൽ സ്തോത്രം, യേശുവിലൂടെയാണ് സകലവും സൃഷ്ടിക്കപ്പെട്ടത്. വേഗം 1-2 വാക്യങ്ങൾ വായിച്ച് നമുക്ക് അങ്ങ് നിർത്തിയേക്കാം. യോഹന്നാൻ 1:3, John 1:3. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായത് ഒന്നും അവനെ കൂടാതെ ഉളവായതല്ല. സ്തോത്രം. മുമ്പേ ജയകൂട്ടച്ചൻ പറഞ്ഞ കൊലോസ് ലേഖനം 1:15, 18, കൊലോഷ്യൻസ് 1:15 and 18. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദിജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. വളരെ വ്യക്തമായി ഈ വാക്യങ്ങൾ വെളിപ്പാട് 3:14 പറയുന്ന കാര്യത്തെ വെളിപ്പെടുത്തുന്നതാണ്. വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എഫേസ്യർ 3:9 വാക്യം. എഫേസ്യർ 3 സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദി കാലം മുതൽ മറഞ്ഞുകിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ. സ്തോത്രം. അവിടെ ദൈവത്തെയാണ് സ്രഷ്ടാവെന്ന് കാണുന്നത്. അപ്പോൾ യോഹന്നാൻ 1:3, വെളിപ്പാട് 3:14, കൊലോസ്യർ 1:15 മുതൽ ഉള്ള വാക്യങ്ങളിലും ഒക്കെ നാം യേശുവിനെ സ്രഷ്ടാവായി കാണുന്നു. ഇപ്പോൾ നമ്മൾ വായിച്ച എഫേസ്യർ 3:9, എബ്രായ ലേഖനം 1:2, 11:3 തുടങ്ങിയുള്ള ഭാഗങ്ങളിൽ നമുക്ക് പിതാവായ ദൈവത്തെ സ്രഷ്ടാവായിട്ട് കാണാം. എന്താ അതിന്റെ അർത്ഥം? സ്തോത്രം. ദാറ്റ് മീൻസ് God of creation himself is the God of redemption too. The God of creation himself is the very God of redemption. സ്രഷ്ടാവായ ദൈവം അല്ലെങ്കിൽ സൃഷ്ടിയുടെ ദൈവം തന്നെയാണ് വീണ്ടെടുപ്പിന്റെയും ദൈവമായിരിക്കുന്നതെന്ന് ഈ ഭാഗങ്ങൾ വ്യക്തമാക്കുന്നു. സ്തോത്രം.
അപ്പോൾ ഇവിടെ ക്രിസ്തു ദൈവസൃഷ്ടിയുടെ ആരംഭം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തല്ലെന്നും എന്താണെന്നും മനസ്സിലേക്കാണല്ലോ. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എങ്കിൽ നമുക്ക് നമ്മുടെ ദൈവത്തിന്റെ ഈ മഹത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഇത്ര വലിയൊരു ദൈവത്തെ സേവിക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചതുകൊണ്ട് ധന്യരാണ് നാം എന്ന് തിരിച്ചറിയാം. സ്തോത്രം. ഈ കർത്താവിനെ നമുക്ക് സ്രഷ്ടാവും വീണ്ടെടുപ്പുകാരനുമായ ദൈവമായി കണ്ട് ആ പരിശുദ്ധ പാദസേവയിൽ നമ്മുടെ ആയുസ്സെല്ലാം കഴിപ്പാൻ ദൈവം നമുക്ക് ഈ വചനങ്ങളാൽ കൃപ നൽകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.